ഹരേ കൃഷ്ണ. ലളിതാ സഹസ്രനാമം എല്ലാവരും ജപിക്കാറുണ്ടോ? ആദ്യമൊക്കെ നമ്മളത് ചൊല്ലുന്ന സമയത്ത് അക്ഷരങ്ങൾ കൂട്ടിക്കൂട്ടിയൊക്കെ വായിച്ച് ഒരുവിധം ചൊല്ലുമായിരിക്കും അല്ലേ? എങ്കിലും തെറ്റുകൂടാതെ അത് വായിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിന് എന്താണ് വേണ്ടത്? നമ്മളെ യൂട്യൂബിലൊക്കെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ളവരൊക്കെ ഈ സഹസ്രനാമം ചൊല്ലിയിട്ടിട്ടുണ്ട്. ഒന്നുകിൽ അത് കേട്ട് പഠിക്കാം, അല്ലെങ്കിൽ 41 ദിവസത്തെ ഓരോ ക്ലാസ്സുകൾ പലരും അത് ഓൺലൈനായിട്ടും ഒക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥവും അർത്ഥതലങ്ങളും ഒക്കെ അറിഞ്ഞ് നമുക്ക് 100% എന്താണ് തെറ്റുകുറ്റങ്ങളൊന്നും വരുത്താതെ ചൊല്ലാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. എന്താണ് ശരിക്ക് ലളിതാ സഹസ്രനാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ഭഗവതി ഇരിക്കുന്നത്. ആ ഒരു ബോധതലം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതും. അതായത് ഓരോ സ്ത്രീകളും അത് തിരിച്ചറിയുക വേണം. കാരണം ഓരോ സ്ത്രീകളും അത് തിരിച്ചറിഞ്ഞ് സ്വയം ദേവിയായി മാറാൻ ശ്രമിക്കുക. നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ കടിഞ്ഞാനിട്ട് നിർത്തുകയും എന്നിട്ട് ആ ഒരു ബോധതലം നമ്മുടെ ഉള്ളിൽ ഉണരുകയും വേണം. അതായത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാനും മുക്തി കിട്ടാനും നമ്മൾ നിത്യേന ഈ സഹസ്രനാമം, ലളിതാ സഹസ്രനാമം ജപിക്കുക തന്നെ വേണം. അതായത് ആ ഒരു ഭഗവതിയിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നതിന് എന്താണ് ശരിക്കും വേണ്ടത്? ഈ ദേവിയുടെ സഹസ്രനാമം നിത്യേന ചൊല്ലാൻ ശ്രമിക്കുക. മനസ്സറിഞ്ഞ് ലളിതാ സഹസ്രനാമം ജപിച്ചാൽ മാത്രം മതിയാവും. മറ്റൊന്നിൻ്റെയും പുറകെ പോകേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ശരിക്കും ഇവിടെ പറയുന്നത്. കാരണം ഇത് എപ്പോഴാണ് ദേവിയുടെ തന്നെ നിർദ്ദേശപ്രകാരം വശിന്യാദി ദേവതകളാണ് ദേവിയെക്കുറിച്ച് സ്തുതിച്ചുകൊണ്ട് ഈ ലളിതാ സഹസ്രനാമം രചിച്ചിരിക്കുന്നത്. ദേവിയുടെ ആ ഒരു നോട്ടം, ആ ഒരു കടാക്ഷം അത് കിട്ടിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഉത്ഭവകഥയും അതിനോടുള്ള ആ ഒരു അനുബന്ധിച്ച സാഹചര്യങ്ങളും ഒക്കെ എന്താണെന്നുള്ള ഒരു കഥ അടുത്ത വീഡിയോയിൽ പറയാം. രാധേ രാധേ.